ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒത്തുതുഴയാം എന്നുള്ള യൂണിറ്റിലെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാരൊക്കെ പോയിട്ട് കാണുക. ഓക്കെ, യൂണിറ്റ് 3 ഒത്തുതുഴയാം. എന്താണ്? ഒരുമിച്ചിട്ട് തുഴയാം എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിറ്റിന്റെ തുടക്കത്തിൽ തന്നെ പരിശ്രമങ്ങൾ എന്ന് പറയുന്ന ഒരു കവിത ഇവിടെ തന്നിട്ടുണ്ട്. കൂടുകളിൽ അടക്കപ്പെട്ട കിളികളും തൊഴുത്തുകളെ ബന്ധിക്കപ്പെട്ട പശുക്കളും ചങ്ങലക്കിട്ട പട്ടികളും പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി സ്വാതന്ത്ര്യം സമ്പാദിക്കാൻ ബന്ധപ്പെടുന്നു. വല്ല തടസ്സങ്ങളും നേരിടുമ്പോൾ അവയിൽ നിന്ന് വിട്ടുമാറുവാനും വിശാലമായ ആകാശത്തിൽ തല ഉയർത്തുവാനും വൃക്ഷങ്ങൾ കൂടി ശ്രമിക്കുന്നു. മലർന്നു കിടക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ കൈകാലുകൾ ഇളക്കുന്നു, കമിഴ്ന്നു വീഴുന്നു, മുട്ടുകുത്തി നടക്കുവാൻ നോക്കുന്നു, കസേരയോ മേശയോ ആശ്രയിച്ച് നിവർന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നു. വീണാലും എഴുന്നേറ്റ് വീണ്ടും നിൽക്കുവാനും പിഞ്ചുകാലുകൾ ഊന്നി നടക്കുവാനും തുടങ്ങുന്നു. വാഗ്ബടാനന്ദൻ എഴുതിയതാണ്. അപ്പോൾ ഇവിടെ കൂട്ടിലകപ്പെട്ട കിളികൾ എങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യം നേടുന്നത്, അതുപോലെ തന്നെ ഒരു കുഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇനി ഈ കവിതയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഉത്തരം നമുക്ക് ആദ്യം നോക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം. പ്രകൃതിയിലെ ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ശരിയാണ്, അല്ലെ? മനുഷ്യനായിക്കോട്ടെ, മറ്റുള്ള ജീവികളായിക്കോട്ടെ, പക്ഷികളും എല്ലാവരും സ്വാതന്ത്ര്യം അവകാശപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുമുണ്ട്. 1ാമത്തെ ചോദ്യം, കൂട്ടിൽ നിന്ന് ആകാശത്തേക്ക് പറന്നുയർന്ന പക്ഷികളുടെ ചിന്തകൾ എന്തൊക്കെയാണ്? കൂട്ടിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷികളുടെ ചിന്തകളിൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ സന്തോഷമാണ്. ഓക്കെ, 2ാമത്തെ ചോദ്യം നോക്കാം. 2ാമത്തേത്, നടക്കാൻ തുടങ്ങുന്ന കുഞ്ഞിന്റെ മുന്നിലെ തടസ്സങ്ങൾ എന്തെല്ലാം? അവ എങ്ങനെയാണ് കുഞ്ഞ് മറികടക്കുന്നത്? ആ തടസ്സങ്ങളെയൊക്കെ മറികടക്കുന്നുണ്ട്, അല്ലെ? എങ്ങനെയൊക്കെയാണ്? ചെറിയ കസേരയും മേശയും എല്ലാം കുഞ്ഞിന്റെ മുൻപിലെ തടസ്സങ്ങളാണ്. പതിയെ അവയിൽ എല്ലാം പിടിച്ചാണ് കുഞ്ഞ് അതൊക്കെ മറികടക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് കുഞ്ഞ് അതൊക്കെ മറികടന്ന് വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങുന്നത്. 3, ചെടിച്ചട്ടിയിലെ ചെടികളും പൂമ്പാറ്റകളും എങ്ങനെയാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? എങ്ങനെയാണ്? ചെടി സൂര്യപ്രകാശത്തിന് നേരെ വളർന്നും പൂമ്പാറ്റ പൂവുകൾ മാറി പറന്നു നടന്ന് തേൻ നുകർന്നും സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു. ഒന്നുകൂടെ പറയാം. ചെടി സൂര്യപ്രകാശത്തിന് നേരെ വളർന്നും പൂമ്പാറ്റ പൂവുകൾ മാറി പറന്നു നടന്ന് തേൻ നുകർന്നും സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നു. ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യവും അതിന്റെ ഉത്തരവും നമ്മൾ നോക്കി. ഇനി ഇതിലെ പാഠഭാഗം, ജീവജാലങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതും സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിൽ മറ്റെന്തെല്ലാം ഉൾപ്പെടുമെന്നാണ് ഈ ഒരു കവിതയിൽ അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതാണ് ഉടമസ്ഥത എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കവിത. ഇതാണ് ഉടമസ്ഥത എന്ന് പറയുന്ന കവിത. അപ്പൊ കൂട്ടുകാർ ഈ കവിത നന്നായിട്ട് വായിച്ചു നോക്കാം. ഇടശ്ശേരി കവിതകളാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ ആ ഒരു കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തതാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത് വായിച്ചു നോക്കാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. കണ്ടെത്താൻ പറയാം എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അച്ഛന്റെ സമ്മാനമാം പൊന്നുമായി നിൽക്കും നേരത്ത് അപ്പുവിനോട് ഏട്ടനും അമ്മയും ഏട്ടത്തിയും പറഞ്ഞത് എന്തെല്ലാമായിരുന്നു? എന്താ പറഞ്ഞത്? അപ്പുവിനോട് ഏട്ടൻ പറഞ്ഞു, ഇത് നീ കളഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളും എന്നും ഇത് നാളെ തന്നെ 4 ഒളിച്ചു കളഞ്ഞിട്ടുണ്ടാകും എന്നും അമ്മയും ഇനി എൻ്റെ പേന നീ എടുക്കരുതെന്ന് ഏട്ടത്തിയും താക്കീത് നൽകി. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായിരുന്നു, അല്ലെ? 2ാമത്തെ ചോദ്യം നോക്കൂ. ബാലസൂര്യൻ അപ്പോൾ എന്താണ് ചെയ്തിരുന്നത്? എന്താണ് ബാലസൂര്യൻ ചെയ്തത്? ബാലസൂര്യൻ നീല കലപ്പലക മായിച്ചിട്ട് ചായ പെൻസിലും വായി തിരുകിയിരുന്നു. ബാലസൂര്യൻ നീല കലപ്പലക മായിച്ചിട്ട് ചായ പെൻസിലും വായിൽ തിരുകിയിരുന്നു. ഓക്കെ, 3ാമത്തെ ചോദ്യം, ഉമ്മറക്കോലായിലെ അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത് ആരായിരുന്നു? ഇളയ വെയിൽ നാളമാണ് അഭിനന്ദന സദസ്സിലേക്ക് എത്തിയത്. ഇളയ വെയിൽ നാളമാണ്. അടുത്തത്, അപ്പുവിന് അച്ഛന്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. ഏതു വരിയാണ്? ചുണ്ടിൽ പൂവിരിയലോടവന സമ്മാനത്തെ കണ്ടു തണ്ടയ്യ നീലച്ചെമ്പിന്റെ ഇളം കുമ്പോ വിരിയാൻ വെമ്പിയിടുന്ന ചമ്പകമൊട്ടോ മുന അറിവിൽ വറ്റാത്തതാ മുറവാണതിനുള്ളിൽ എന്ന് പറയുന്ന വരികളാണ് അപ്പുവിന്റെ അച്ഛന്റെ സമ്മാനം ഏറെ ആകർഷകമായി തോന്നി എന്ന് പറയുന്ന വരികൾ. അടുത്തത്,
അച്ഛൻ നൽകിയ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ കാരണം എന്താവും? എന്തുകൊണ്ടാണ് അപ്പു അച്ഛൻ നൽകിയ സമ്മാനം ഉപേക്ഷിച്ചത്? എന്തുകൊണ്ടാണ്? എല്ലാവരും അപ്പുവിനെ താക്കീത് നൽകി പേന കേടാക്കിയാൽ അച്ഛൻ അവനെ ശിക്ഷിച്ചാലോ എന്ന് കരുതി ആ സമ്മാനം അപ്പു ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് അപ്പു ആ സമ്മാനം ഉപേക്ഷിച്ചത്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞ അഭിപ്രായം എന്താണ്? എന്താ അച്ഛൻ പറഞ്ഞത്? ശാന്തനായി അച്ഛൻ അമ്മയോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സമ്മാനത്തെ വാടകച്ചരക്ക് ആക്കിയല്ലേ, ഒരു വസ്തുവിന്റെ ഉടമസ്ഥന് അത് ഉപയോഗിക്കാനും ഉടച്ചു കളയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രവർത്തനം കണ്ടെത്താം എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ഏറിപ്പോയി കുറച്ചെന്നാണോർക്കും അഭിപ്രായം. അതെന്താണ്? ഏറിപ്പോയി കുറച്ച് എന്നാണ് ഏവർക്കും അഭിപ്രായം. ചുണ്ടിൽ പൂ വിരിയലോടവനെ സമ്മാനത്തെ കണ്ടു. ചുണ്ടിൽ പൂ വിരിയലോടെ അവൻ ആ സമ്മാനത്തെ കണ്ടു. മുകളിൽ കൊടുത്ത നീണ്ട പദക്കൂട്ടുകൾ കണ്ടെത്തി പദങ്ങളെ വേർതിരിക്കൂ. അപ്പം എന്താണ്? മുകളിൽ കൊടുത്തിട്ടുള്ളത് എല്ലാം ഒരുമിച്ചിട്ടാണ് അല്ലേ, അത് വേർതിരിച്ചിട്ടാണ് താഴെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ളത് നമുക്ക് എഴുതി നോക്കാം. ഇതിനെ കളഞ്ഞല്ലോ തല്ലുകൊള്ളുമെന്നേട്ടൻ. ഇത് ഇനി കളഞ്ഞാലോ തല്ല് കൊള്ളും എന്ന് ഏട്ടൻ. ഇനി എന്തിനി ഇത്തിരിസം ഭ്രമമങ്ങുണ്ടായി. എന്ത് ഇനി എന്ന് ഇത്തിരി സംരംഭം അങ്ങ് ഉണ്ടായി. ഏറിപ്പോയി കുറച്ചെന്നാണോർക്കും അഭിപ്രായം. ഏറിപ്പോയി കുറച്ച് എന്നാണ് ഏവർക്കും അഭിപ്രായം. അപ്പം ഇത്തരത്തിലുള്ളതെല്ലാം നമ്മുടെ പാഠഭാഗത്തുണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ എടുത്ത് എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം കുട്ടി സൂര്യനും കുഞ്ഞുവെയിൽ നാളവും അപ്പവും എന്നുള്ളതാണ്. ബാലഭാസ്കരൻ മായ്ച്ചു നീലക്കൽ പലക തെൻ ചായ പെൻസിലും വായിൽ തിരുകിയിരിക്കുന്നു. അഭിനന്ദന സദസ്സിൽ സംഭവിച്ച കാര്യങ്ങളും ഈ വരികളിലെ ആശയവും തമ്മിൽ എങ്ങനെയെല്ലാം ചേരുന്നുണ്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളും അവിടെ എന്തൊക്കെയാണോ സംഭവിച്ചത് എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട്. അത് രണ്ടും കൂടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഉമ്മറക്കോലായിലെ അഭിനന്ദനങ്ങൾ പ്രസരിപ്പുള്ളതാക്കാൻ വേണ്ടി ഇളം വെയിൽ എത്തി. ബാലനായി ആ സൂര്യൻ നീലക്കൽ പലക മാറ്റി തൻ്റെ വായിൽ ചായ പെൻസിൽ തിരുകിയാണ് ഇരിക്കുന്നത്. തനിക്ക് സമ്മാനമായി അച്ഛൻ തന്ന പേനയുടെ ഭംഗിയെക്കുറിച്ചുള്ള വരികളാണ് കവി വർണ്ണിക്കുന്നത്. പേനയുടെ തണ്ട് നീലച്ചെമ്പിൻ്റെ ഇളം കൂമ്പിനോടും മുനിയെ വിരിയാൻ വെമ്പി നിൽക്കുന്ന ചെമ്പകമൊട്ടിനോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പുവിൻ്റെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് സൂര്യനാളങ്ങളും. അങ്ങനെ സൂര്യനാളങ്ങളും കൂടെ അഭിനന്ദന സദസ്സിലേക്ക് വരുമ്പോൾ അവിടെ മനോഹാരിതയും ഭംഗിയും ഇരട്ടിയാക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളും ഈ വരിയിൽ പറയുന്ന ആശയവും കൂടെ നമ്മൾ എഴുതുകയാണ് ഇവിടെ വേണ്ടത്. അടുത്ത പ്രവർത്തനം പ്രയോഗത്തിൻ്റെ കരുത്താണ്. നിങ്ങളെൻ്റെ സമ്മാനം വെറും വാടകച്ചരക്കാക്കി എന്ന് അച്ഛൻ പറഞ്ഞത് എന്തുകൊണ്ട്? വാടകച്ചരക്ക് എന്ന വാക്കിലൂടെ കവി നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? സമ്മാനവും വാടകച്ചരക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്ത് കുറിപ്പെഴുതുക. സമ്മാനം എന്നത് തിരിച്ചും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നൽകുന്ന വസ്തുവാണ്. സമ്മാനം ലഭിക്കുന്ന വ്യക്തിക്ക് അത് സ്വന്തം വസ്തുവായി മാറുന്നു. എന്നാൽ വാടകച്ചരം എന്നത് പണം നൽകിയ ഒരു വസ്തുവോ സ്ഥലമോ നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കുന്നതാണ്. വാടക കാലാവധി കഴിഞ്ഞാൽ അത് തിരിച്ചു നൽകേണ്ടതുണ്ട്. അതിനാൽ സമ്മാനം സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുമ്പോൾ വാടകച്ചരം ഒരു കരാർ ബന്ധത്തെ പ്രതിനിധീകരിക്കുന്നു. അച്ഛൻ അപ്പുവിന് സമ്മാനമായാണ് പേന നൽകിയത്. എന്നാൽ അമ്മയും ഏട്ടത്തിയും എല്ലാം അത് സൂക്ഷിച്ചുപയോഗിക്കണമെന്നും പൊട്ടിച്ചു കളയരുത് എന്നും അവരോട് പറഞ്ഞു. ഇവിടെ സമ്മാനം കിട്ടിയ അപ്പുവാണ് അതിൻ്റെ ഉടമസ്ഥനായി മാറുന്നത്. എന്നാൽ ഇത്തരത്തിൽ അമ്മയും ചേട്ടത്തിയും പറയുന്നതിലൂടെ അതൊരു വാടകച്ചരക്കാക്കി മാറ്റിയെന്നാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഇനി ഇതിലെ അവസാനത്തെ പ്രവർത്തനമാണ് സ്വാതന്ത്ര്യമെന്നാൽ. ഉടമസ്ഥ തന്നെയാൽ ഉപയോഗിച്ചിടാനും മുടച്ചു കളയാനും സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്തെല്ലാം ആശയങ്ങളാണ് ഈ കവിതാഭാഗത്തുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രസംഗം തയ്യാറാക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എന്നതാണ് ഇതിലെ അവസാനത്തെ പ്രവർത്തനമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉടമസ്ഥാവകാശത്തെ കുറിച്ചിട്ട് ഒരു പ്രസംഗം എഴുതി നോക്കാം. അപ്പോൾ നമുക്കൊരു പ്രസംഗം എഴുതാം. പ്രിയ സുഹൃത്തുക്കളെ, ഒരു വ്യക്തിയുടെ സാധനത്തിലുള്ള ഉടമസ്ഥാവകാശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഉടമസ്ഥാവകാശമുണ്ടെങ്കിൽ ആ വസ്തുവിനെ ഉപയോഗിക്കാനും സംരക്ഷിക്കാനും വികസിപ്പിക്കാനും അദ്ദേഹത്തിന് ആത്മവിശ്വാസം ലഭിക്കുന്നു. സ്വന്തം സാധനം എന്ന ബോധം ഉത്തരവാദിത്തവും കരുതലും വളർത്തുന്നു. ഉടമസ്ഥാവകാശമുള്ള വ്യക്തിക്ക് തൻ്റെ സാധനം ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകാനുള്ള, വിൽക്കാനുള്ള, സമ്മാനമായി നൽകാനുള്ള, കൂടാതെ നശിപ്പിക്കാതിരിക്കാൻ
സംരക്ഷിക്കാനുള്ള അധികാരങ്ങൾ ഉണ്ടാകും. അതേസമയം ആ സാധനം നിയമവിരുദ്ധമായി ഉപയോഗിക്കരുതെന്ന ഉത്തരവാദിത്വവും ഉടമയ്ക്ക് ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഉടമസ്ഥാവകാശം ഒരു അവകാശം മാത്രമല്ല, അത് ഒരു കടമയും ഉത്തരവാദിത്തവും കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം. നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. മുഴുവൻ പ്രവർത്തനവും അതിൻ്റെ ഉത്തരവും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.